യുണൈറ്റഡ് VBS 2024 ഫൈനൽ ഡേ പ്രോഗ്രാം കറക്റ്റ് 11 മണിക്ക് തന്നെ തുടങ്ങി. വെൽക്കം സ്പീച്ച് റെവറൻ കുര്യൻ പീറ്റർ അച്ഛനായിരുന്നു. ഫെലിസിറ്റേഷൻ റെവറൻ ഡോക്ടർ സാബു ഫിലിപ്പ് അച്ഛനും. യുണൈറ്റഡ് VBS 2024 റിപ്പോർട്ട് വായിച്ചത് കൺവീനർ മിസസ് പ്രീതി റോബർട്ട് ആയിരുന്നു.
Luke 5:37. Follow me, Jesus said to him. മത്തായി 15:4. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. Matthew chapter 9:2. Take heart, son, your sins are forgiven. ലൂക്കോസ് 6:36. ക്ഷമിക്കുക എന്നാൽ നിനക്ക് ക്ഷമിച്ച് കിട്ടും. Luke chapter 17:18. Give thanks to God. മത്തായി 10:10. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. Bring here his son to me. Here he sent it to me. Bring down here he said manna from necessity. നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:15. മത്തായി 11:28. എന്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സകലദ്രവ്യാഗ്രഹങ്ങളെ ക്ഷമിച്ചുകൊള്ളുവിൻ. ലൂക്കോസ് 12:15. ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. നിങ്ങളെ പരത്തുന്നവർക്ക് ഗുണം ചെയ്യും. അവൻ എന്നെ ഉണ്ടാക്കി. ആദ്യം ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു. Psalms 100. Shout for joy to the Lord, all the earth, worship the Lord with gladness. Come before him with joyful songs. Know that the Lord is God. It is he who made us, and we are the people, the sheep of his pastures. Enter his gates with thanksgiving and his courts with praise. Give thanks to him and praise his name. For the Lord is good, and his love endures forever, and the faithfulness continues through all generations. 2024 is Tree of Life. And on day 1 we learn Acacia wood, a powerful life. ഗതിരമരം സുശക്തമായ ജീവിതം. Day 2 ബദാം, പ്രതീക്ഷാത്മക ജീവിതം. Almond, a life of hope. Day 3 ദേവദാരു, ഊർജ്ജസ്വലമായ ജീവിതം. Sada, a life of enthusiasm. Day 4 അത്തി, മാധുര്യമാർന്ന ജീവിതം. Fig tree, a sweet life. Day 5 കരുവേലകം, സൗഖ്യദായക ജീവിതം. Oak, a life of healing. Day 6 Olive, പ്രകാശപൂരിത ജീവിതം. Olive, a bright life. Day 7 മാതളം, പുതുമയാർന്ന ജീവിതം. Pomegranate, a new life. Day 8 പിജുലവൃക്ഷം, നിത്യതയിലേക്കുള്ള ജീവിതം. Tamarisk tree, a life for eternity.
രീതിയിൽ കളിച്ചു. തേർഡ് ഡേ തൊട്ട് ഇൻട്രസ്റ്റിംഗ് ആയി. ഓരോ ക്ലാസ്സസും കേളും നമുക്ക് നമ്മുടെ തീം ബൈബിൾ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇത് വരുന്നില്ല. ഓക്കെ, ബൈബിൾ ക്ലാസ് ആണ്, ഫുൾ ബൈബിൾ, അങ്ങനെയല്ല. എല്ലാം ഭയങ്കര ഫണ്ണാണ്, എല്ലാ കാര്യവും ഭയങ്കര ഫണ്ണാണ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി നമുക്ക് എനിക്ക് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി. ദൈവത്തിനെ കൂടുതൽ അറിയാനും ദൈവത്തിനെ പറ്റി പഠിക്കാനൊക്കെ ഒരു വലിയൊരു ചാൻസ് കിട്ടിയ പോലെ ആയിപ്പോയി. ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് ഇപ്പൊ ഫൈനൽ ഡേ ആയി. ഇപ്പൊ ഞാൻ ഇപ്പൊ വിചാരിക്കുന്നു കുറച്ച് ദിവസം കൂടി ക്ലാസ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഇപ്പൊ വിചാരിക്കുന്നു. കാരണം എനിക്ക് ഭയങ്കര ഷൈയായിരുന്നു, ഞാൻ ഭയങ്കര നടക്കാരിയാണ്. ഞാൻ ഡാൻസ് ഒക്കെ കളിക്കും, ഇപ്പൊ അങ്ങനെ സ്റ്റേജിൽ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലാണ്ട് ഇങ്ങനെ എനിക്ക് ഇവിടെ ഒരു മനുഷ്യനെ അറിയത്തില്ല. എനിക്ക് എൽഡനെങ്കിലും ആന്റീനെ അല്ലാണ്ട് ഒരു മനുഷ്യനെ എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ഒരു പള്ളിയിൽ ഞാൻ ആദ്യമായിട്ടാണ്, ഞങ്ങളുടെ പള്ളിയിലൊക്കെ ധ്യാനമൊക്കെ വെക്കും. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് പോകാനായിട്ട് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. പള്ളിയിലൊക്കെ പോകും, അതൊക്കെ അതിന്റെ പാട്ടായിട്ട് നടക്കുന്നുണ്ടെന്ന് അല്ലാണ്ട് ഇങ്ങനത്തെ ക്ലാസ്സിനോ ഇതുവരെ എന്റെ ജീവിതത്തിൽ, എനിക്ക് 18 വർഷം എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പൊ ക്ലാസ്സിനൊക്കെ വന്നു, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പൊ ഞാൻ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരു 10 ദിവസത്തെ ക്ലാസ് ആയിരുന്നെങ്കിൽ. അപ്പൊ സാറൊക്കെ പറഞ്ഞിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ 10 ദിവസത്തെ ക്ലാസ് ആണ്, ഇപ്പൊ 5 ദിവസമാക്കി ചുരുക്കിയിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ എനിക്കെന്താ കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയ അവസരം എനിക്ക് 1-2 ദിവസം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കൊരു ചാൻസ് കിട്ടുമ്പോൾ മാക്സിമം ആയിട്ടത് യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഇപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞു, എനിക്കിത് തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ അടുത്ത വർഷം ദൈവം സഹായിച്ച് എനിക്ക് വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരും. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ഒരു ക്ലാസ്. ഇപ്പൊ എന്നോട് ചേട്ടന്മാരൊക്കെ ചോദിച്ചു 18 ഓക്കെ +2 കഴിഞ്ഞു, അപ്പൊ വോളണ്ടിയർ ആയിട്ട് നിൽക്കേണ്ടതാണല്ലോ, എന്നിട്ടാണ് ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. പഠിക്കാൻ വന്നതും അതും വേറൊരു എക്സ്പീരിയൻസ് ആണ്. വോളണ്ടിയർ ആയിട്ട് നിൽക്കാൻ പറ്റാനും അതും എനിക്ക് വേറെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ വിളിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അടുത്ത വർഷം വരും. ഇപ്പൊ ഞാൻ +2 കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കറിയില്ല ഹയർ സ്റ്റഡീസിന് ഒക്കെ ഞാൻ എങ്ങനെ പോകുക, എന്താ ഇവിടെ നിൽക്കുമോ പോകുമോ എന്ന് അറിയത്തില്ല. ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വരും. കാരണം ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും വോളണ്ടിയേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര വൈബാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്റെ പള്ളിയിലേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്, അച്ഛന്മാരൊക്കെ ആണെങ്കിലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം. ഇവിടുത്തെ അച്ഛന്മാരൊക്കെ ഞാൻ ആ മുദ്രാവാക്യൊക്കെ വിളിച്ചത് കേട്ടപ്പോ എന്ത് വൈബാണെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ ഭാഷ പറഞ്ഞാൽ അടിപൊളിയാണ് എല്ലാവരും ടീച്ചേഴ്സ് ആണെങ്കിലും. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പോ എന്നെ സംബന്ധിച്ചാൽ +2 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എക്സാം ഒക്കെ ആയിട്ട് രാവിലെ എണീറ്റു അങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും എനിക്കൊന്ന് ഉറങ്ങാൻ കിട്ടുന്നത്. അപ്പൊ ഈ ഉറങ്ങാൻ കിട്ടുന്ന ടൈമിൽ ഞാൻ രാവിലെ എണീറ്റ് ഇവിടെ വരാമെന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു ടാസ്ക്കാണ്. നല്ല ലേറ്റ് ആയിട്ട് എണീക്കുന്നത്. എനിക്ക് ഉറക്കാൻ രാവിലത്തെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആ ഡേ പോക്കാണ്. അപ്പൊ ഞാൻ രാവിലെ എണീറ്റിങ്ങനെയൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക്കാണ്. വന്നു കഴിഞ്ഞ് ഇവിടെ എനിക്ക് ഒരു മനുഷ്യനെ എനിക്ക് അറിയത്തില്ല. എല്ലാം പിന്നെയാണ് വരുന്നത്, കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഇപ്പൊ ഇവിടുത്തെ ഒരു ടീച്ചർമാരെ എനിക്ക് അറിയത്തില്ല, ആരാണ് എന്താണ് എവിടത്തെയാണെന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ കയറി വരുമ്പോഴാണല്ലോ അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകും. എന്റെ പൊന്നെ, നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ എന്റെ സാറെ, എന്റെ ചുറ്റോളം ഒന്നും കാണാൻ പറ്റത്തില്ല. അതുപോലൊരു ഭയങ്കര പ്ലസന്റ് ആണ് അവര്. എനിക്ക് അന്ന് ഫസ്റ്റ് ഞാൻ വന്നപ്പോ പേരൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കണ്ടിട്ട് ചിരിക്കുന്നത് കൺവീനിയർ ആണെന്ന് തോന്നുന്നു, പ്രീതി ആന്റി ആണെന്ന് തോന്നുന്നു. ആ ചിരിച്ച ചിരി ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആ ഡേയില് ഇങ്ങനെ വന്നിട്ട് പറയാം ഹലോ ആന്റി, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഭയങ്കര സ്വീറ്റ് ആണ് എല്ലാവരും. ഭയങ്കര എന്താ പറയാ കമ്പനിയാണ്. എനിക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടി. എനിക്കൊന്ന് കൂട്ടത്തിൽ പോകുന്നത് ഞാനാണ്. 18 ആയിട്ട് ഇരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. പഠിക്കാനായിട്ട് വന്നില്ല. എന്നാലും
they taught us through games, and the action songs were really good. I thank my parents. They forced me to go to VBS. They told me it would be very good, but I said I didn't want to go. But they forced me to, so I came. I thought it would be bad, but it was really good. The food was nice. My friends were nice to me. Everything was good. Thank you. ഈ പ്രാവശ്യത്തെ യുണൈറ്റഡ് VBS 2024 ടീമിൽ ഉൾപ്പെട്ടത് 75 സ്റ്റുഡൻസ്, 2 കൺവീനേഴ്സ്, 10 ടീച്ചേഴ്സ് ആൻഡ് 10 വോളണ്ടിയേഴ്സ്. കൂടാതെ ഇവർക്കെല്ലാം നേതൃത്വം കൊടുത്തത് സെന്റ് ഫ്രാൻസിസ് CSA ചർച്ച് വികാരി റവറൻ കുര്യൻ പീറ്റർ അച്ഛനും, സെന്റ് ജോർജ് മർത്തോമ ചർച്ച് വികാരി റവറൻ ഡോക്ടർ സാബു ഫിലിപ്പ് അച്ഛനും ആയിരുന്നു. കൂടാതെ VBS ഡയറക്ടർ മിസ്റ്റർ ജോൺസൺ തോമസുമായിരുന്നു. ഇത്രയും പേരടങ്ങുന്ന ഒരു ടീമാണ് ഈ വെക്കേഷൻ ബൈബിൾ സ്കൂൾ നടത്തിക്കൊണ്ടുപോയത്. ഇപ്പോൾ ഈ കുട്ടികൾക്ക് സ്കൂൾ അവധിയായതിനാൽ ഈ VBSൽ വന്ന് ദൈവത്തെ അറിയുവാനും പാടുവാനും ഈ VBS ദിനങ്ങളിൽ അവർക്ക് സാധിച്ചു. ഈ VBS ദിനങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കത്തക്ക നിമിഷങ്ങളായി മാറി. ഈ കഴിഞ്ഞ 5 VBS ദിവസങ്ങൾ അവരുടെ ഓർമ്മയിൽ എന്നും ഉണ്ടാകുമെന്നതിന് ഒരു സംശയവുമില്ല. വൃക്ഷങ്ങളെ കാണാറുണ്ട്. അനേക വൃക്ഷങ്ങളെ ചെറിയ പ്രായം മുതൽ നമ്മൾ കല്ലെറിഞ്ഞ് ഉപദ്രവിക്കാറുണ്ട്. അതിന്റെ മരക്കൊമ്പുകളിൽ കയറി ഊഞ്ഞാലാടാറുണ്ട്. ജീവിതത്തിന്റെ ഏതൊരു ഭാഗത്തും കുഞ്ഞു പ്രായം മുതൽ വലിയ പ്രായമാകുന്നവരെ ഫലദായകരമായ വൃക്ഷമായി മറ്റുള്ളവർക്ക് പ്രയോജനമായി മാധുര്യമായി തീരുവാൻ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ എടുത്ത് ഉപയോഗിക്കണമേ. അനുദിനം അങ്ങിരുന്ന പ്രകാശം പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ VBSന്റെ പിന്നിൽ അവിടുത്തെ